ഓക്കെ. സോ വോയിസ് സ്ക്രീനൊക്കെ കാണാമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്ക് അതേപോലെ FEG ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു സോണുകൾ, അതേപോലെ അതിന് മുന്നേ നമ്മൾ ഡിമാൻഡ് സോണ്, സപ്ലൈ സോൺസുകൾ, ഡിസ്കൗണ്ട് പ്രീമിയം സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ OB FEG ഒക്കെ നോക്കിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇനി കുറച്ചും കൂടി ലിക്വിഡിറ്റീസ് പഠിക്കാണ്ട് നമുക്ക് കുറേ ഓർഡർ ബ്ലോക്ക് കിട്ടും, അല്ലെങ്കിൽ FEG കിട്ടും, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ ഏതെടുക്കണം, അല്ലെങ്കിൽ ഏത് ഓർഡർ ബ്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്യണം? ഇവിടെ FEG സെലക്ട് ചെയ്യണോ അതോ ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യണോ? ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോണ കുറച്ച് ലിക്വിഡിറ്റി ടൈപ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് IDM, PD പ്രൈസ് ഡെലിവറി, പിന്നെ ഹൈസ് ആൻഡ് ലോസ്. ഓക്കെ. ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് IDM, അതേപോലെ എന്താണ് PD? ഓക്കെ. ഇനി നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു ലിക്വിഡിറ്റി, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി, ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് IDMലേക്ക് വരാം. ഓക്കെ. ഐ ഡി എം എന്ന് വെച്ചാൽ സിംപ്ലി ഇൻഡ്യൂസ്മെന്റ് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോം ആണെന്ത്, IDM. ഓക്കെ. ഇത് നമുക്ക് എങ്ങനെയാ മാർക്കറ്റിൽ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചറിൽ, ഓക്കെ, ഇവിടെ ഇപ്പം ഇതൊരു അപ് ട്രെൻഡ് ആണ്, അല്ലേ? ഓക്കെ. ഈ അപ് ട്രെൻഡിൽ ലൈക്ക് ഇവിടെ നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്, റൈറ്റ്? ഇതെന്താണ് ആക്ച്വലി? ഈ ബ്രേക്ക് എന്താണ്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴാണോ റിട്രേസ് ചെയ്ത് തുടങ്ങുന്നത്, ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അവിടെ ഡ്രോ ചെയ്യും, റൈറ്റ്? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഡ്രോ ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഡിമാൻഡ് സോൺ കണ്ടുപിടിക്കാം, അല്ലെ? ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ ഡിമാൻഡ് സോൺ നോക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് പഠിച്ച, സപ്പോസ് ഇവിടെ ഒരു FEG ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ഓക്കെ. ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ നമുക്കൊരു FEG ഉണ്ട്, ഓക്കെ. അപ്പം ഈ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്കിന്റെ കേസാണ് എടുക്കണേ, ഓക്കെ. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റിൽ ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ലൈക്ക് ഒന്ന് പ്രൈസ് ഒന്ന് താഴേക്ക് വരും, ഓക്കെ. പ്രൈസ് താഴേക്ക് വന്നിട്ട് നമ്മുടെ സോൺ ഇവിടെയാണ്, നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് ഉള്ളത്, ഓക്കെ. പക്ഷെ മാർക്കറ്റ് ഈ ഒരു സോണിന്റെ തൊട്ടടുത്ത് എത്തിയിട്ട്, ഓക്കെ, വളരെ നിയർ ബൈ ആയി എത്തിയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും? മാർക്കറ്റ് വീണ്ടും പുൾ ചെയ്യും മുകളിലേക്ക്, മാർക്കറ്റ് അപ്പിലേക്ക് ഒരു മൂവ്മെന്റ് നടത്തും, ഓക്കെ. നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇതാണ്, നമ്മുടെ സോൺ ഇതാണ്. ഇവിടെ ഈ ഒരു റീട്രേസ്മെന്റ് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? തൊട്ടടുത്ത് വരെ എത്തും മാർക്കറ്റ്, നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ FEGയുടെ അല്ലെങ്കിൽ ആ ഡിമാൻഡ് സോണിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? ഒന്ന് വീണ്ടും അപ്പ് മൂവ്മെന്റ് കാണിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പൊതുവെ ഇങ്ങനെ ഒരു നല്ലൊരു മൂവ്മെന്റ് കാണിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? മാർക്കറ്റ് ഇവിടുന്ന് അപ്പായി ഇനി ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല, ഇവിടുന്ന് അപ്പായി പോയി. അപ്പൊ ഇവിടുന്നൊക്കെ കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകുന്ന വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ ഓർഡർ ബൈ ഓർഡർ ആയിരിക്കും. ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് സ്വാഭാവികമായിട്ടും ഈ ഒരു ലോന്റെ താഴെ ആയിരിക്കും ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. ശരിയല്ലേ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടുന്നൊക്കെ ബൈ ചെയ്ത ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരല്ല, ഒരുപാട് ഒരുപാട് എമൗണ്ട് ഓഫ് ഓർഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ പുള്ളാണ്, അല്ലേ? നല്ല രീതിയിൽ പുഷപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് ഒക്കെ ബൈ ചെയ്ത ആൾക്കാരുടെ അൾട്ടിമേറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലോന്റെ താഴെ ആവില്ലേ? ഇവിടെ കൊണ്ടുപോയൊന്നും സ്റ്റോപ്പ് ലോസ് വെക്കൂലല്ലോ. അധികം ആൾക്കാരും ഇവിടെ കൊണ്ടുപോയി വെക്കുള്ളൂ. ലാസ്റ്റ് ഉണ്ടാക്കിയ സിംഗ് ലോന്റെ താഴെ അല്ലെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ സിംഗ് ഹൈന്റെ താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ മാർക്കറ്റിന് നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ, അല്ലെ, അവര് ഫുൾ ഓർഡേഴ്സ് ഒറ്റയടിക്ക് പ്ലേസ് ചെയ്യൂല. അതിനുള്ള ബയേഴ്സിനെ അല്ലെങ്കിൽ സെല്ലേഴ്സിനെ അവർക്ക് കിട്ടൂല. അപ്പൊ കുറച്ച് ഓർഡറുകൾ, ഇപ്പൊ അവരുടെ കയ്യിൽ ഒരു 1000 ഓർഡർ പ്ലേസ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു 600 ഓർഡറുകളോ അല്ലെങ്കിൽ 500 ഓർഡറുകൾ മാത്രമേ ഇനീഷ്യലി പ്ലേസ് ചെയ്യുള്ളൂ, ഓക്കെ. പിന്നെ മാർക്കറ്റിനെ ഒന്ന് ബൂസ്റ്റ് കാണിച്ചിട്ട് അപ്പോൾ വരുന്ന
ഓർഡറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടുന്ന് ബൂസ്റ്റ് ചെയ്ത് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് റഫായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ വരുന്നതോട് കൂടിയിട്ട്, അഥവാ ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാർ ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു ഏരിയ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് വീണ്ടും മാർക്കറ്റിനെ അപ്പ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഇവിടെ ജനറേറ്റ് ആയി. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ടച്ച് ചെയ്യാതെ പെട്ടെന്ന് മൂവ്മെന്റ് മുകളിലേക്ക് നല്ല മൂവ്മെന്റ് വരുന്നത് കാണുമ്പോൾ കുറെ ബൈ ഓർഡറുകൾ അതിന് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ലോന്റെ താഴെയായിട്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ലോന്റെ താഴെയായിട്ടായിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്റ്റോപ്പ് ലോസുകൾ എന്ത് ടൈപ്പ് ഓർഡറുകളാണ്? ബൈ ഓർഡർ ആണോ സെൽ ഓർഡർ ആയിരിക്കുമോ? സെൽ ഓർഡറുകളല്ലേ? ഡിപ്പെൻസ്. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ടൈപ്പ് ആയിരിക്കും? സെല്ലല്ലേ? അതെ. ഇവിടെയൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സെൽ ഓർഡറുകളാണ് ഉണ്ടാവുക. സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ സെൽ ഓർഡറുകളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള സെല്ലേഴ്സിന് ഇവിടെ അവൈലബിൾ ആയി. റൈറ്റ്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ സിംപ്ലി ആ ഒരു സെൽ ഓർഡറുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇവിടുന്ന് മാർക്കറ്റ് അതിന്റെ എക്സാക്ട് മൂവ്മെന്റ് നമുക്ക് ഇവിടെ നിന്നാണ് തരിക. ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് തൊട്ടില്ല ഈ മാർക്കറ്റിന്, സോറി, ഈ ഒരു ഏരിയയിലേക്ക്, ഈ ഒരു ഏരിയയെ ടാപ്പ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ വരുന്ന അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ആ ഒരു സ്വിംഗ് ലോനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിൽ വെക്കുക. ഞാൻ ജസ്റ്റ് ചാർട്ടിൽ നമുക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് ഫോം ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഫോർ അവറിന്റെ ചാർട്ടാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് സോണിന്റെ കാര്യമല്ലേ പറഞ്ഞേ? യെസ്, അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഓക്കെ, ഡിമാൻഡ് സോൺ. ഓക്കെ, ഇൻഡ്യൂസ്മെന്റ് നോക്കാം. ആ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഇൻഡ്യൂസ്മെന്റിന്റെ എക്സാമ്പിൾ കാണിക്കാം. ലൈക്ക് ഇപ്പൊ നമുക്ക് ഇവിടെയാണ് നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ലൈക്ക് നമുക്ക് MSS കിട്ടുന്നത് ഇതിൽ. ഇവിടെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ യെസ്, ഇവിടെ നമുക്ക് MSS കിട്ടി അല്ലേ? ഇവിടെ നമുക്ക് MSS കിട്ടി. അപ്പോൾ നമുക്ക് ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരിക. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലേ? ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് അവൈലബിൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആ ഇമ്പൾസീവ് മൂവ്മെന്റ് ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ ഒരു FVG ഉണ്ട്. പക്ഷേ ഈ FVG നമ്മൾ എടുക്കുന്നില്ല. കാരണം എന്താണ്? അത് എന്തിലാണ് കിടക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ FVG ഇവിടെ കൺസിഡർ ചെയ്യാത്തത്? അത് പ്രീമിയത്തിലായതുകൊണ്ട്, റൈറ്റ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ആക്ച്വലി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു 50%-ന്റെ താഴെയാക്കിയിട്ടാണ് ഞാൻ ഡ്രോ ചെയ്യണേ. ഓക്കെ, ഇത് പ്രോപ്പർ ഇൻഡ്യൂസ്മെന്റ് ആണ് ഈ ലിക്വിഡിറ്റി. ബട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ അല്ല. അപ്പം ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളും കൂടി നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്കറ്റ് ഇവിടേക്ക് വന്നു, ഈ ഒരു ഡിസ്കൗണ്ടിലേക്ക് വന്നു. ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് റേസ് ആയി അല്ലെ? ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് ഫുള്ളായി, ഒന്ന് നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ജസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളൂ.
ഓക്കെ. ആൻഡ് അഗെയിൻ മാർക്കറ്റിൽ ഇവിടെ അവര് തന്നെ. ഓക്കെ, മാർക്കറ്റിൽ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്കുകൾ വേറെയും ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സെല്ലേഴ്സ് ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരൊക്കെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായി, ഇത് ഈ ഒരു ലിക്വിഡിറ്റി ഇത് നമുക്ക് ഇവിടുന്ന് ഈ ഒരു റീട്രേസ്മെന്റ് വരുമ്പം തന്നെ, ഓക്കെ, ഈ ഒരു റീട്രേസ്മെന്റ് ഇവിടുന്ന് വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇവിടെ ഈ ഒരു ലോയും കൂടി മാർക്കറ്റ് എടുക്കാനുണ്ട്. കാരണം എന്താ, ഇതിലേക്ക് ജസ്റ്റ് ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് ജസ്റ്റ് മാർക്കറ്റ് വന്നിട്ട് പുഷായ ഏരിയയാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ താഴെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ഉണ്ടാവും. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ആണ് ആക്ച്വൽ മൂവ്മെന്റ്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് റീട്രേസ് ആയ സമയത്ത് ഇവിടെ ഒന്നും ഒരു FEG ഫോം ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് അല്ല നടന്നേ. പക്ഷെ അതേസമയം ഇവിടുന്ന് മാർക്കറ്റ് പുള്ളായപ്പം ഇവിടെ ഒരു FEG ഫോം ചെയ്ത് കണ്ടോ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഈ ഒരു അഗ്രസീവ് മൂവ്മെന്റ് തരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു FEG ഫോം ചെയ്തിട്ടെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യണമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തിരുന്നില്ല, മാർക്കറ്റിൽ അത്ര രീതിയിലുള്ള ഒരു അഗ്രസീവ് മൊമെന്റം, അഗ്രസീവ് ബൈയിങ് അവിടെ വന്നിട്ടില്ല. ഈ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു മാർക്കറ്റിൽ നമുക്ക് ക്യാൻഡിൽസ് എന്താണ് കാണിച്ചു തരുന്നത്, അതൊരു കഥ പോലെ ലൈക്ക് ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ. നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ നമ്മളൊരു ഡിമാൻഡ് സോൺ എന്ന് പറയുമ്പം രണ്ട് മൂന്ന് ക്യാൻഡിൽസ് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് ടൈപ്പ് അല്ല നിങ്ങൾ ഈ ഒരു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പഠിക്കുന്ന അതേപോലെ തന്നെ അല്ല മാർക്കറ്റ് ചിലപ്പോൾ വർക്ക് ചെയ്യുക. ചില ചില അഡ്ജസ്റ്റ്മെന്റ്സ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലോജിക്കലി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു ബയാസിനെയാണ് സിറ്റുവേഷണൽ ബയാസ് എന്ന് വിളിക്കുക. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ ബൈയിങ് നടന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് FEG എങ്കിലും ഫോം ചെയ്ത് മൂവ് ചെയ്യണമായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് ലാസ്റ്റ് സെല്ലേഴ്സ് വന്ന ക്യാൻഡിൽ ഇതാണ്, ഇതിന് മുകളിലെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്യണമായിരുന്നു അല്ലേ. അപ്പോഴല്ലേ നമ്മൾ പറയാം കൂടുതൽ നല്ല രീതിയിലുള്ള ബൈയിങ് ഇവിടെ നടന്നു എന്ന് പറയാം. ഓക്കെ. പക്ഷേ ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തത്, ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തു. ഓക്കെ. ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയുണ്ട്. ഓക്കെ. അപ്പോൾ അത് സിംപ്ലി മാർക്കറ്റ് ഇവിടെ കളക്ട് ചെയ്യാൻ വന്നു, അത് കളക്ട് ചെയ്തു. ആൻഡ് അവിടുന്ന് നല്ല അഗ്രസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. ഓക്കെ. ഓക്കെ. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ നിങ്ങൾ ഈ ഒരു നരേറ്റീവ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രമിക്കുമ്പം അതിന് ചുറ്റും സംഭവിച്ച കാര്യങ്ങൾ മൊത്തമായിട്ടൊന്ന് വിശകലനം ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ലൈക്ക് നിങ്ങൾക്കൊന്ന് ഈ ഒരു ബയാസ് ഉണ്ടാക്കാൻ പറ്റണം. അഥവാ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പലരും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നരേറ്റീവ് എന്ന് പറയും. ഓക്കെ. നരേറ്റീവ് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, ലൈക്ക് മാർക്കറ്റിൽ ഇപ്പം ഇവിടുന്ന് മാർക്കറ്റിൽ റീട്രേസ്മെന്റ് വന്നു, പിന്നെ മാർക്കറ്റ് ഇതാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ആ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് ടാപ്പായി, അവിടുന്ന് റിയാക്ട് ചെയ്തു. പക്ഷേ ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് ഭയങ്കര ഇമ്പൾസീവ് മൂവ്മെന്റ് ഒന്നല്ല ഇവിടെ തന്നെ. ഒരു FEG ഒന്നും ഫോം ചെയ്തിട്ടില്ല, ലാസ്റ്റ് ഉണ്ടാക്കിയ സെൽ ക്യാൻഡിന് മുകളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആണെന്നും ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുക്കാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, തിരിച്ചങ്ങോട്ടേക്ക് ഇറങ്ങി. ഓക്കെ. ആ ലിക്വിഡിറ്റി ഇവിടെ എടുത്തു. എങ്ങനെയാണ് ഇത് ലിക്വിഡിറ്റി എടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കിയേ, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം വീണ്ടും അവിടുന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് താഴേക്ക് ക്യാൻഡിൽസ് ഫോം ചെയ്ത് പോകും അല്ലെ. മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുത്തു അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് നടന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ലോ. ഇതൊരു സിംഗ് ലോ അല്ലേ. സിംഗ് ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ട്രേഡിംഗ് റേഞ്ചിന്റെ ലോ അല്ല, ഈ ഒരു സ്ട്രക്ചറിനകത്തുണ്ടായ ഒരു സിംഗ് ലോ ആണ്. ആ സിംഗ് ലോയിലേക്ക് മാർക്കറ്റ് ജസ്റ്റ് ഒന്നൊന്ന് റിയാക്ട് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് അവിടേക്ക് വന്നു, അവിടുന്ന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ഈ ഒരു സെൽ ക്യാൻഡലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്കും തന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു കാര്യം മനസ്സിലായോ, ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായോ നിങ്ങൾക്ക്, ക്ലിയർ ആയോ? ഓക്കെ. ഇനി വേറെയും എക്സാമ്പിൾസ് നോക്കാം. ഇത് നമ്മൾ 4 അവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ, നമുക്കൊരു 1 അവർ 50 മിനിറ്റ് അതിലൊക്കെ നല്ല രീതിയിലുള്ള ഇൻഡ്യൂസ്മെന്റ് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇപ്പം ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ
ഈ ഒരു ഏരിയയിൽ ഇൻഡ്യൂസ്മെന്റിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റീട്രേസ് ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരക്കാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് എവിടെ ഉണ്ട്, ദാ ഈ ഒരു ഏരിയയാണ് നമ്മുടെ കൺസോളിഡേഷൻ, അല്ലെങ്കിൽ എന്ത് പറയണത്, നമ്മുടെ ഡിമാൻഡ് സോൺ അല്ലെ. ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയ, ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ FEG ഒക്കെ ഉണ്ട്. അപ്പം ആദ്യം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നോക്കിയേ, ആദ്യം ഈ ഒരു ബ്രേക്ക് ഇവിടെയാണ് കിട്ടിയത്. ബ്രേക്ക് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലോ വരെ വന്നു. ഓക്കെ, ഈ ഒരു ലോ വരെ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് ഫുള്ളായി അല്ലെ, ഇത്രയും ഏരിയ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സോണിന്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഈ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇവിടുന്ന് ആൾക്കാർ ബൈസ് കയറും. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലോന്റെ താഴെ ആയിരിക്കും. സിംപ്ലി മാർക്കറ്റ് എന്ത് ചെയ്യും, ആ ലോ എടുക്കുന്നു, ആ ലോ ഗ്രാബ് ചെയ്യുന്നു. ഓക്കെ, ഈ ഇത്തരത്തിൽ മാർക്കറ്റ് ഈ ലോ അതേപോലെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഒക്കെ ലിക്വിഡിറ്റി എടുക്കുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാബ് എന്ന രീതിയിൽ വിളിക്കുക. ലിക്വിഡിറ്റി ഗ്രാബ്. ഓക്കെ, അതിപ്പോൾ ഈ ഒരു ലോ എടുത്തിട്ട് ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഈ ലോ എടുത്തു എന്ന് പറയാനുള്ള റീസൺ എന്താ, ഈ ലോന്റെ ലൈൻ ഇങ്ങനെ നേരെ വരച്ചു കഴിഞ്ഞാൽ അതിന് താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് പോണില്ല. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റിന്റെ താഴേക്ക് ഒരു വിക്ക് വന്നിട്ടുണ്ട്, എന്നിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ചില സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രൈസ് ഇതിന്റെ താഴേക്ക് ഒരു ബോഡി ക്ലോസ് തരും, പിന്നെ തൊട്ടടുത്ത കാൻഡലിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യും. അപ്പോഴും മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്, ലിക്വിഡിറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സിംപിളി ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പെർഫെക്റ്റ് ഇൻഡ്യൂസ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ ഈ ഒരു ലോ ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്. ഓക്കെ, ഈ എക്സാമ്പിൾ മനസ്സിലായോ? ഇനിയിപ്പോ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ വിച്ച് OB, ഈ OB ആണോ? ക്യാൻഡിൽ വന്നാലും ലിക്വിഡിറ്റി ഗ്രാബ് തന്നെയാണ്. ഓക്കെ, ഹലോ, നമ്മളിപ്പം ഈ ഡിസ്കൗണ്ട് സോണിൽ അതായത് രണ്ട് ഓർഡർ ബ്ലോക്ക് വരാൻ നേരം അതിൽ ഏത് കൺസിഡർ ചെയ്യും? ഓക്കെ, നമ്മളത് ഇൻഡ്യൂസ്മെന്റും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നമ്മുടെ അത് പറയൂ കേട്ടോ. ഓക്കെ, ഓക്കെ. ഇൻഡ്യൂസ്മെന്റും പ്രൈസ് ഡെലിവറിയും പറയും, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഒരു ഇതേ സംഭവം തന്നെ ഒരു ബിയറിഷ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ബിയറിഷ് സ്ട്രക്ചറിൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, അപ്പൊ വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് റീട്രേസ് ആവും. അപ്പൊ ഇതിന് തൊട്ടടുത്ത് എത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഹൈ, ഈ ഒരു സിങ് ഹൈ ആണ് നമ്മുടെ ഇൻഡ്യൂസ്മെന്റ്. പിന്നെ മാർക്കറ്റ് അത് എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി അതിന്റെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ഒന്ന് ചാർട്ടിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് സ്ട്രക്ചർ താഴേക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ബ്രേക്ക് സ്ട്രക്ചർ താഴെ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരക്കുന്നു. ഓക്കെ, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരക്കുന്നു. അപ്പൊ നമ്മുടെ പ്രീമിയത്തിലാണ് എന്തൊക്കെ ഉള്ളത്, ഇതെന്താണ്, FEG ഉണ്ട്, വേറെ പിന്നെന്തും നീല കൂടി നമുക്ക് അവിടെ ആർഡർ കാണാം, ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക്, ഓക്കെ, ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ഇവിടെയാണ് ടാപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ട് മാർക്കറ്റ് ഒരു അഗ്രസീവ് മൂവ്മെന്റ് താഴേക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. അതിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ട് മാർക്കറ്റ് താഴേക്ക് ഒരു അഗ്രസീവ് മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയോ, പുതിയ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയോ? ഇല്ല. മാർക്കറ്റ് എന്ത് ചെയ്യണം, അടുത്ത ഈ ഒരു ലിക്വിഡിറ്റിയും കൂടി എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യണത്, താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഇൻഡ്യൂസ്മെന്റിന്റെ എക്സാമ്പിൾ, അടുത്തൊരു എക്സാമ്പിൾ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല്
നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ആൻഡ് ഇവിടെ ഓക്കെ, ഇവിടെ നമുക്കൊരു MSS. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ. ഓക്കെ, അപ്പം അഗ്രസീവ് മൊമെന്റ് ഉണ്ടായ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസ്കൗണ്ടും പ്രീമിയം. ഓക്കെ, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ. ഗെയിൻ ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ വന്നിട്ടുണ്ടോ? ഓക്കെ, ഇപ്പോ ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് അല്ല, ലൈക്ക് ഇവിടെ നമുക്കൊരു ഡിമാൻഡ് ഏരിയ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നമുക്കൊരു ഡിമാൻഡ് ഏരിയ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് സ്ട്രെച്ച് ആയി പോയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. പക്ഷെ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ടും പ്രീമിയം ഇവിടെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ഡിമാൻഡ് ഏരിയാസും എന്ത് തന്നെയാണ്, നമുക്ക് സോണുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് ആദ്യം ഒന്ന് വരാൻ നോക്കി, വീണ്ടും രണ്ടാമതൊന്ന് വരാൻ നോക്കി. കണ്ടോ, ഇവിടേക്കൊന്ന് വരുന്നു. ഓക്കെ, അഗെയിൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നു. പിന്നെയാണ് മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടൊക്കെ നിങ്ങൾ ഈ ഒരു ബ്രേക്ക് കിട്ടി മാർക്കറ്റ് ഒന്ന് വന്ന് പോകുമ്പോൾ നോക്കിയേ, ഇവിടെ ഒന്നും ഒരു FEG ഫോം ചെയ്തിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. എവിടുന്നാ FEG ഫോം ചെയ്തിട്ട് മൂവ് ചെയ്യുന്നത്? ഈ ഒരു ഡിമാൻഡിൽ നിന്നാണ് FEG ഫോം ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ നിന്നൊന്നും മാർക്കറ്റ് ഒരു FEG കാര്യങ്ങളൊന്നും ഫോം ചെയ്യണില്ല. ഇവിടെ കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് FEG ഫോം ചെയ്തിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു സോണ് കിട്ടിക്കഴിഞ്ഞാൽ ആ സോണില് ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ആ ഒരു സോണിന്റെ ഉള്ളിലേക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കുമ്പം അല്ലെങ്കിൽ ഒരു FEG എടുക്കുമ്പം ഓക്കെ, ഈ ഒരു കേസ് നമ്മൾ ശ്രദ്ധിക്കുക, അതിലേക്കൊരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടോ? ഓക്കെ, ഇൻഡ്യൂസ്മെന്റ് ഉള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണോ? ഈ ഓർഡർ ബ്ലോക്ക് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു മൾട്ടിപ്പിൾ ഓർഡർ ബ്ലോക്ക് കിട്ടി. അപ്പോൾ മൾട്ടിപ്പിൾ ഓർഡർ ബ്ലോക്ക് കിട്ടുമ്പോൾ അവിടെ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഇൻഡ്യൂസ്മെന്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഇൻഡ്യൂസ്മെന്റിന്റെ പാർട്ട് ക്ലിയർ ആണോ? എന്താണ് ഐഡിയ എന്ന് ക്ലിയർ ആയോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആരാണ് സംസാരിക്കുന്നത്? മൈക്ക് ഓഫ് ചെയ്യണം എല്ലാവരും പ്ലീസ്. ഓക്കെ, ഓക്കെ, ഫുള്ളി ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓക്കെ, സംഗതി സിമ്പിളാണ്. അതായത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഐഡിയ ഇത്രേ വെക്കേണ്ടുള്ളൂ. അപ്പൊ നമുക്കിപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ കിട്ടി. ഓക്കെ, ആ ഡിമാൻഡ് സോണിലേക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് മൂവ് ചെയ്യും. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ കാര്യം അല്ലേ? എന്നാൽ ചില സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ഡിമാൻഡ് സോണിലേക്ക് മാർക്കറ്റ് വരുമ്പം തൊട്ടടുത്തെത്തിയിട്ട് നമ്മുടെ ഡിമാൻഡ് സോണിന്റെ തൊട്ടടുത്തെത്തിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരു മൂവ്മെന്റ് കാണിക്കും. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യണേ, ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും? ഒന്ന് മൂവ്മെന്റ് കാണിക്കും. ഓക്കെ, അപ്പോ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂവ്മെന്റ് കാണുമ്പം നമ്മുടെ സോണിന്റെ തൊട്ടടുത്തെത്തിയിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് കാണുമ്പം ഒരുപാട് ബൈ ഓർഡറുകൾ ഇതിൽ കയറും. ഓക്കെ, ഒരുപാട് ബൈയിങ് ഇതിൽ നടക്കും. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക ഈ ഒരു ലോന്റെ താഴെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ബൈ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സെല്ലേഴ്സിനെ ഇവിടെ അവൈലബിൾ ആയി. എങ്ങനെ? ഇവിടെ കുറെ ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത് ഈ ഒരു ലോന്റെ താഴെയാണ്. അതിനർത്ഥം ഈ ലോന്റെ താഴെ ഒരുപാട് സെൽ ഓർഡറുകൾ പെൻഡിങ് കിടക്കുന്നുണ്ട്, സെൽ ഓർഡറുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഈ സെൽ ഓർഡറുകളും ഈ ഓർഡർ ബ്ലോക്കിലുള്ള ഓർഡറുകളും എടുത്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മൂവ്മെന്റ് നടത്തും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിലേക്ക് ഈ വരുന്ന മൂവ്മെന്റിൽ ഉണ്ടാക്കുന്ന ഒരു സിംഗ് ലോ, ആ ഒരു ലോനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് എന്ന പേരിൽ വിളിച്ചത്. ഓക്കെ, ഡിമാൻഡ് സോണിൽ ടച്ച് ആകത്തില്ല.
ഡിമാൻഡ് സോണിൽ ടച്ച് ആകുന്നതിന് മുമ്പാണ് അത് വരിക. ഡിമാൻഡ് സോണിൽ ടച്ച് ആകുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്, അത് എങ്ങനെ നോക്കണം എന്നുള്ള രീതിയിൽ. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഡ്യൂസ്മെന്റ് സംഭവിക്കും. ഇൻഡ്യൂസ്മെന്റ് ഒന്ന് മാത്രമല്ല, രണ്ട് രീതിയിലും സംഭവിക്കും. ഓക്കെ, ഇനി വേറെയും എക്സാമ്പിൾസ് ഞാൻ നോക്കാം. വേറെ എക്സാമ്പിൾസ് ഇവിടെ ഒരു FVGന്റെ എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, FVGയിൽ ഇപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉള്ളത് അല്ലേ. സോറി, ഇപ്പൊ നമുക്ക് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് ഉണ്ടായ ക്യാൻഡിലാണ്, അതിന് തൊട്ട് മുമ്പ് മൂവ്മെന്റ് ഇല്ലാത്ത ക്യാൻഡിൽ, അതാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത് ഇവിടെയാണ്, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉള്ളത്. ഓക്കെ, അതിന് തൊട്ട് താഴെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു FVGയും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്ക്, ഇവിടെ ആക്ച്വലി ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ തൊട്ടടുത്ത് വന്നിട്ടാണോ മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തത്, അതോ ഈ ഒരു FVGന്റെ തൊട്ടടുത്ത് വന്നിട്ടാണോ മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തത്? ഏതിന്റെ അടുത്ത് വന്നിട്ടാ? FPG. FVG. അതിനർത്ഥം സിംപ്ലി ഈ FVGയിലേക്കാണ് മാർക്കറ്റ് ഇവിടെ ഇൻഡ്യൂസ്മെന്റ് നടത്തിയത്. ഓക്കെ, ഈ ഒരു FVGയിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് മൂവ്മെന്റ് താഴത്തേക്ക് തന്നത്. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഏരിയ എന്നുള്ള എൻട്രി ഒഴിവാക്കിയിട്ട് നമ്മൾ സിംപ്ലി എന്തെടുക്കാം, ഈ ഒരു FVG എന്നുള്ള എൻട്രി എടുക്കാം. കാരണം FVGയിലേക്കാണ് ഇൻഡ്യൂസ്മെന്റ് സംഭവിച്ചത്. ഇവിടെ കണ്ടോ, ഈ ഒരു സിങ് ഹൈ, എന്നിട്ട് മാർക്കറ്റ് FVGയിലേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വിക്ക് മാത്രം പോണത് മാത്രമല്ല ലിക്വിഡിറ്റി ഗ്രാബ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ഒരു കാൻഡിൽ ക്ലോസ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ അടുത്ത കാൻഡിലുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തേക്ക് ക്ലോസ് ചെയ്യണുണ്ട്. ഓക്കെ, ഇനി ഇവിടെ താഴത്തേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ FVG ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇൻഡ്യൂസ്മെന്റിന്റെ വേറൊരു എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇതൊക്കെ ന്യൂസ് കാൻഡിലാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്താ അവസ്ഥ? ഓക്കെ, പ്രോപ്പറായി വന്നിട്ടില്ല. ഇതൊക്കെ കറക്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നതാണ്. ലോ ടൈം ഫ്രെയിം കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നത്. ഓക്കെ, മാർക്കറ്റ് ഒന്ന് റീട്രേസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഇവിടെ വെക്കാം. റൈറ്റ്, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഓക്കെ, അപ്പം ഡിസ്കൗണ്ടിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, ഈ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, ആൻഡ് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അവൈലബിൾ ആണ്, ഇവിടെ ഒരു ഡിമാൻഡ് സോണും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഡിമാൻഡ് സോൺ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഡിസ്കൗണ്ടിലേക്ക് വന്നു. ഈ ഒരു FVG ഞാനിവിടെ കൺസിഡർ ചെയ്യാത്തതിന്റെ കാര്യം, ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിരുന്നില്ല, FVG കംപ്ലീറ്റ്ലി നമ്മുടെ ഡിസ്കൗണ്ടിലല്ല, കംപ്ലീറ്റ് കുറച്ച് ഭാഗം അത് പ്രീമിയത്തിലാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിലേക്ക് ആദ്യം ഇവിടെ വന്നിട്ട്, ഓക്കെ, ഈ ഒരു ഡിമാൻഡിലേക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡ്യൂസ്മെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കണ്ടോ. അപ്പം ഇതൊരു 4 ഹവറിന്റെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു MSS ഒക്കെ തരുന്നുണ്ട് അല്ലേ, പക്ഷെ അവിടെ നിന്നൊരു ഇമ്പൾസീവ് മൊമെന്റ് അല്ലേ വന്നേ. ഓക്കെ, വീണ്ടും പിന്നെ ആ ഡിമാൻഡിലെത്തി. ആക്ച്വലി ഇതൊരു ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതും ഈ ഒരു ലോയും ഇൻഡ്യൂസ്മെന്റ് തന്നെയാണ്, പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് എടുക്കാൻ വരും എന്നുള്ള വിചാരിക്കരുത്. അതായത് ഇവിടെയും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നരേറ്റീവ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഓക്കെ, ഈ ഡിമാൻഡ് സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഇമ്പൾസീവ് ആയിട്ട് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോയി.
ഓക്കെ, വിത്ത് FEG ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഈ ഇൻഡ്യൂസ്മെന്റ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കുള്ള ഈ ഇൻഡ്യൂസ്മെന്റ് ഇനിയും മാർക്കറ്റ് എടുക്കാൻ വരും എന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഈ ഒരു ഐഡിയ ആണ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഐഡിയ നമ്മൾ അവിടെ വിഡ്രോ ചെയ്യണം. കാരണം ഇവിടെ മാർക്കറ്റ് ഇതിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. കാരണം ഇവിടുന്ന് അതിന് മൂവ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി അത് കിട്ടി. ഓക്കെ, ആവശ്യമായ സെല്ലേഴ്സിന് ഇവിടെ അവൈലബിൾ ആയി, ബൈയിങ് നടത്തി കയറി. പിന്നെയും മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളതിൽ ലോജിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ വിത്ത് ലോജിക്, മാർക്കറ്റിൽ ക്യാൻഡിൽസ് എന്താണ് കാണിച്ചു തരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതൊക്കെ സോണുകളാണ്. വേറെ ആ എല്ലാ സോണിലും ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ, FEG, OB-യിലൊക്കെ ഹാപ്പൻ ചെയ്യാം. ആ സിംഗിൾ ക്യാൻഡിൽ ട്രേഡ് എടുക്കില്ലെന്ന് ഈ ഒരു ക്യാൻഡിലാണോ? അല്ല ബ്രോ, അതിന് തൊട്ട് മുമ്പത്തെ ഒരു ക്യാൻഡിൽ വരില്ലേ, സിംഗിൾ ക്യാൻഡിൽ. നമ്മളിപ്പോ ഇത് ഇതാവില്ല വെച്ചാൽ തൊട്ട് ഇവിടെ മുമ്പ് ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ, അല്ലല്ല അതിന് മുകളില്, അല്ല ഇതിന്റെ നടുവിലായിട്ട് ഏകദേശം ഒരു സിംഗിള് മറ്റേ വിക്ക് മാത്രം മുകളിലേക്ക് പോകണില്ലേ? ഇതോ? ആ ഇല്ല, ഈ താഴേക്കുള്ള ട്രേഡ് ആണോ? അല്ല, നമ്മളിപ്പോ ഇതിൽ തട്ടിയിട്ട് നമ്മളൊരു ഐഡിയ വെക്കല്ലോ, ഇത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാന്ന്, അങ്ങനെയില്ല അല്ലേ? ഇവിടെ നമ്മൾ അത് നോക്കുന്ന അങ്ങനെയല്ല ബ്രോ. ഇപ്പൊ ലൈക്ക് നമ്മൾക്കിപ്പോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തി. ഓക്കെ, അപ്പം ഈ ഒരു ഡിമാൻഡിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ ലോവർ ടൈം ഫ്രെയിമിലേക്കാണ് പിന്നെ നമ്മൾ സ്വിച്ച് ചെയ്യുക. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിലും നമുക്ക് ഈ ഒരു ഐഡിയ, നമ്മുടെ ഇപ്പം ബൈയിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ, ആ ഒരു ഐഡിയ നമ്മളെ കൺഫേം ചെയ്യുന്ന ഒരു കാര്യം സംഭവിക്കണം. ഓക്കെ, ഇപ്പൊ ലോ ടൈം ഫ്രെയിമിലേക്ക് നോക്കി നിങ്ങൾ, മാർക്കറ്റ് ഈ ഒരു ലോ ഇവിടെ എടുക്കുന്നു. ആൻഡ് അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോഴാ ഈ ലോ ടൈം ഫ്രെയിമിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി വേറെ പറയൂ കേട്ടോ, ലൈക്ക് ഞാൻ ഇപ്പൊ ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പം ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം, അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണുള്ളൂ? പുതിയ ട്രേഡ്സ് അവിടെ നിന്ന് നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ലോ ടൈം ഫ്രെയിമിൽ ആ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു കൺഫർമേഷൻ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത് അല്ലേ, ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് വരുന്നത്. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുള്ളൂ, എൻട്രിന്റെ കേസ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു 4 ഹവറിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ, ഓക്കെ, ഈ 4 ഹവറിന്റെ കേസിൽ നമുക്ക് ഈ ഒരു ഹൈ എങ്കിലും ബ്രേക്ക് ചെയ്യണം. നമ്മളൊരു ഹൈ ടൈം ഫ്രെയിം ട്രേഡ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഹൈ ടൈം ഫ്രെയിമിലേക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈ എങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മൾ അവിടുന്ന് ഇത് മാർക്കറ്റിൽ ആ ഒരു അവിടെ ക്ലിയർ ആയിട്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. അപ്പൊ വിക്ക് നോക്കില്ല, മറ്റേത് മാത്രം നോക്കുള്ളൂ, ബോഡി നോക്കുള്ളൂ അല്ലെ? ഇവിടല്ലേ ആക്ച്വലി നമുക്ക് ആ ഒരു ബ്രേക്ക് വരുന്നേ, വിക്കിലല്ലല്ലോ. ഇവിടല്ലേ നമുക്ക് ആ ബ്രേക്ക് കിട്ടുന്നേ, ബോഡി ഓക്കെ ബ്രേക്ക് ഓക്കെ ഇവിടല്ലേ കിട്ടുന്നേ. ഓക്കെ ബ്രോ. ഓക്കെ, ദെൻ Sir, വേറൊരു can you, എക്സാമ്പിൾ. sir, ആ you have marked one demand zone, sir. No, sir. Now, in previous example, you ആ have marked one demand zone. Just explain about that, sir. അതായത് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വന്നു. ആൻഡ് Mm. ഈ ഒരു ഏരിയ മുതൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ അല്ലേ, അതായത് ഈ ഒരു ഹൈന്റെയും ഈ ഒരു ലോന്റെയും ഇടയിലല്ലേ മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പൊ Okay, കണ്ടോ? sir. Okay. Okay, sir. Okay. ക്ലിയർ? Okay, sir. നിങ്ങൾ Okay. കൺഫ്യൂഷൻ വരുമ്പോൾ ജസ്റ്റ് ലൈൻ ചാർട്ട് ആക്കുക. ഓക്കെ, Okay. അപ്പൊ Okay, sir. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയി കാര്യങ്ങൾ കിട്ടും. ആൻഡ് വേറൊരു എക്സാമ്പിൾ, ഇൻഡ്യൂസ്മെന്റിന്റെ വേറെ എക്സാമ്പിൾ. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ആരോ ലോ ടൈം ഫ്രെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 15 മിനിറ്റ് ഹൈ ടൈം ഫ്രെയിം ആക്കി എടുക്കുന്ന ഒരാളുടെ കേസിലേക്ക് വരാം. അതുകൊണ്ട് 1 അവർ 1 അവറിൽ ട്രേഡ് എടുക്കുന്ന ആൾ, 5 മിനിറ്റ് കൺഫർമേഷൻ. ഓക്കെ, ഇപ്പോൾ 1 അവറിൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇപ്പോൾ 1 അവറിൽ
നമുക്ക് ഈ ഒരു സ്ട്രക്ചർ തന്നെ മാപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു MSS കിട്ടി. ആൻഡ് ഇവിടെ നമുക്ക് പുതിയ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. ആൻഡ് അഗെയിൻ നമുക്ക് ഇവിടെ പുതിയ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ ഇത് ആർക്കെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഹൈ ലോ വേണം. ഒരു റീട്രേസ്മെന്റ് വരുന്ന ഹൈ ലോ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇതാണ് ഹൈ, ഇതാണ് ലോ. ഓക്കെ, ഇനി നമുക്കുള്ള ലിക്വിഡിറ്റി ഏരിയാസ്. നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഏതാണ്? ഈ ഒരു ഡിസ്കൗണ്ടിലുള്ള ഏരിയാസ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഡിസ്കൗണ്ടിലുള്ള ഏരിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സിംപ്ലി ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു FEG ഉണ്ട്. ആൻഡ് അഗെയിൻ Premium, right, sir? Premium. sir. സോറി പ്രീമിയം സോറി, ഐ മിസ്റ്റേക്ക്. പിന്നെ അഗെയിൻ നമുക്ക് ഇവിടെ ഈ പ്രീമിയത്തിൽ ഇവിടെ മറ്റൊരു FEG ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ സോൺ ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു FEGയിലേക്ക് ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എപ്പോഴും മാർക്കറ്റിന് എപ്പോഴും താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ കൂടുതൽ മാനിപ്പുലേഷൻസ് നടത്തുക എന്നുള്ളതാണ് മാർക്കറ്റിൽ വരുന്ന താല്പര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കിട്ടി. അപ്പോൾ ഈ ഇൻഡ്യൂസ്മെന്റ് കിട്ടി മാർക്കറ്റിൽ, ഈ ഒരു FEG ആണ് നമ്മൾ പിന്നെ ടാർഗറ്റ് ചെയ്യുക അല്ലെ? ഈ ഒരു FEG ടാർഗറ്റ് ചെയ്യും. ഈ ഒരു FEG എന്നായിരിക്കും നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് എൻട്രീസ് ഇവിടുന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കണ്ടോ? ഈ ഒരു ഏരിയ ഇവിടെ നിങ്ങളൊരു രണ്ട് ഹൈ കാണുന്നുണ്ടോ? ഈക്വലി അറൗണ്ട് ഈക്വലി ആയിട്ട് നിൽക്കുന്ന രണ്ട് ഹൈസ് കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഹൈ Yes, ഉണ്ട്, sir. Yes, ഇവിടെ ഒരു sir. ഹൈ ഉണ്ട്. ഇതും നമ്മുടെ എന്താണ്? ഈ ഒരു സോണിലേക്കുള്ള ഇൻഡ്യൂസ്മെന്റ് ആണ്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റിയെ നമ്മൾ ഈക്വൽ ഹൈസ് എന്നും വിളിക്കും. ഇത് ഇൻഡ്യൂസ്മെന്റും ആണ്, ഈക്വൽ ഹൈസും ആണ്. കാരണം ഒരേ ഏരിയയിലാണ് ഈ ഹൈസ് വരുന്നത്. ഓക്കെ, ഇൻഡ്യൂസ്മെന്റ് ആണ്, ഓൾസോ ഈക്വൽ ഹൈസും ആണ്. ഓക്കെ, ഈ ഈക്വൽ ഹൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ എൻട്രീന്റെ മെത്തേഡുകൾ, എൻട്രീന്റെ എക്സാമ്പിൾസ് ഒക്കെ കാണിക്കുമ്പോൾ പറയൂ കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രീമിയത്തിൽ നിന്നുള്ള ഒരു FEG ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിയാക്ട് ചെയ്യാതെ എന്തുകൊണ്ട് ഇവിടുന്ന് റിയാക്ട് ആയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇവിടെ തന്നെ നോക്കുക. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് ഒരു ഗ്രാബ് തരുന്നുണ്ട് അല്ലെ? ഈ ഒരു സോണിന്റെ മുകളിലേക്കാണ് മാർക്കറ്റ് എന്ത് ചെയ്യണത്? ആദ്യം തന്നെ മൂവ് ചെയ്യുന്നത് അല്ലെ? ഇവിടേക്ക് പോയിട്ടില്ലേ മാർക്കറ്റ്? ഇവിടേക്ക് പ്രൈസ് പോയിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാല് ആക്ച്വലി ഇതിലേക്കുള്ള ഇൻഡ്യൂസ്മെന്റ്, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു, റൈറ്റ്. പക്ഷെ ഇവിടെ വീണ്ടും മാർക്കറ്റ് ഈ ഒരു പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മുകളിലുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്കുള്ള ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൺ, ഈ ഒരു ഏരിയ തന്നെ വരുമ്പോൾ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവണം? ഈ ഒരു ഐഡിയ അവിടെ ഉണ്ടാവണം. ലൈക്ക് ഈ ഒരു സിങ് ഹൈ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിന് തൊട്ട് മുകളിൽ സോൺ ഉണ്ടോ? യെസ്, സോൺ ഉണ്ട്. അത് പ്രീമിയത്തിലാണോ? പ്രീമിയത്തിലാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു സോൺ തന്നെ, വലിയൊരു FEG തന്നെ അവിടെ കിടപ്പുണ്ട് അല്ലെ? മാർക്കറ്റിൽ അത്രയും ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് തിരിച്ചങ്ങോട്ട് വന്നു. ആ വന്ന സമയത്ത് ഇവിടെ ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തുന്നു. അഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്കുള്ള മൂവ്മെന്റ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? 1 അവറിന്റെ കേസിൽ ഇവിടെ നമ്മൾ 5 മിനിറ്റ് കൺഫർമേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. 1 അവറിന്റെ കേസിൽ തന്നെ വേറെ എക്സാമ്പിൾസ് ഉണ്ടോ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ വന്നു. ഓക്കെ, ആൻഡ് അഗെയിൻ മാർക്കറ്റിൽ ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ വന്നു. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ ഇവിടെ ഒരു MSS കിട്ടി. ആൻഡ് വീണ്ടും മാർക്കറ്റിൽ പുതിയൊരു MSS ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, സോറി, ബ്രേക്കോ സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. ഓക്കെ,
പിന്നെ മാർക്കറ്റ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് പുതിയ ബ്രേക്കോ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് അഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് പുതിയൊരു ബ്രേക്കോ സ്ട്രക്ചർ. ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ മാപ്പ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇതിനിടയിൽ നമുക്ക് ഉണ്ടായ വലിയൊരു മൂവ്മെന്റ് ഉണ്ട്. മാർക്കറ്റിൽ നല്ലൊരു വലിയൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അത് എവിടുന്നാ? അതിവിടെ നമുക്ക് ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ. ഓക്കെ, ഇവിടെ നമുക്കൊരു ഇമ്പൾസീവ് മൊമെന്റത്തിന് തൊട്ട് മുമ്പുള്ള മൊമെന്റം ഇല്ലാത്തൊരു ക്യാൻഡലിനെ കിട്ടണം. ഓൾസോ അതെന്താവണം? പ്രീമിയം ഏരിയയിലാവണം. ഇപ്പൊ ഈ ഒരു FEG ഞാനിവിടെ എടുക്കുന്നില്ല. കാരണം എന്താ? ഇത് ഡിസ്കൗണ്ടിൽ കൂടിയാണ് ഈ ഒരു FEG ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ്. അപ്പം ആ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പ്രീമിയത്തിലുള്ള ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഏരിയസ് കൺഫ്യൂഷൻ ആണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് ഒഴിവാക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നു, എന്നിട്ട് ആ സോണും കടന്നാണ്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനർത്ഥം ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇവിടെയും മാർക്കറ്റിൽ ഒരു ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ഹൈസ് ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ ഒരു ഈക്വൽ ഹൈ ഉണ്ട്, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റും അല്ലെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും മുകളിലേക്ക് നോക്കുക, ഇവിടെ വേറെ ഏതെങ്കിലും സോണുകൾ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് വന്നതിന് തൊട്ട് മുമ്പുള്ള മൂവ്മെന്റ് അല്ലാത്ത ഈ ഒരു ക്യാൻഡിൽസ് ആക്ച്വലി ഇവിടെ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റിന് എന്ത് ചെയ്യണം? ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിൽ ടേക്ക് ഔട്ട് ചെയ്യണം. ഓക്കെ, ടേക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് പോലെ മാർക്കറ്റിൽ അത് സംഭവിക്കണം. അപ്പോൾ മാർക്കറ്റ് ആദ്യം ഈ ഈക്വൽ ഹൈ എടുത്തു. നമ്മുടെ സോൺ ടാപ്പ് ചെയ്തോ? ഇല്ല. സോൺ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീണ്ടും മാർക്കറ്റിൽ ഒരു ഇവിടുന്ന് കണ്ടോ സോണിന്റെ തൊട്ടടുത്തെത്തി വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഈ സോണിലേക്ക് വീണ്ടും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ അവിടെ എത്തിയിട്ട് നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇവിടുന്നൊക്കെ നമ്മൾ ഒരു ബൈയിങ് ആണ് നോക്കുക. കാരണം ഇവിടെ MSS കിട്ടി, ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി, അഗെയിൻ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. പക്ഷെ ഈ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ട് മാർക്കറ്റ് എൻറ്റർ ചെയ്യണത് എവിടേക്കാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് MSS കിട്ടിയിട്ടുണ്ട്, അഗെയിൻ MSS ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്, അഗെയിൻ അടുത്ത ഒരു ബ്രേക്കോ സ്ട്രക്ചറിന് ഇവിടെ അവൈലബിൾ, ഇതൊക്കെ ഓക്കെ. പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം, മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സോണിലേക്കാണ് മാർക്കറ്റ് വന്നേക്കുന്നത്. അതും എക്സ്ട്രീം സോണാണ്. ഈ ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയത്തിലെ എക്സ്ട്രീം സോണാണ് ഇത്. ഓക്കെ, അവിടേക്ക് ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് വരുമ്പം ഒബ്വിയസ്ലി നമുക്ക് അവിടുന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാം? മാർക്കറ്റിൽ നിന്ന് ഒരു ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഈ രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്കൊരു ഡൗൺ ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ, അതായത് ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്താന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനെ ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് പോവുകയാണ്. ഓക്കെ, അപ്പം സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്, അവിടേക്ക് മാർക്കറ്റ് ആദ്യം വന്നിട്ടില്ല. ഓക്കെ, പിന്നെ തിരിച്ച് നിങ്ങൾ സപ്പോസ് ഇവിടുന്ന് നിങ്ങൾക്കൊരു MSS കിട്ടി, ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി, അടുത്ത മൂവ്മെന്റ് ഇവിടെ എത്തുമ്പോഴും പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോവും എന്നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇത് മുമ്പ് ഉണ്ടാക്കിയ ഒരു സപ്ലൈ സോണാ, സെല്ലേഴ്സ് ഉള്ള ഏരിയ. അപ്പോൾ മാർക്കറ്റ് അവിടുന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിയാക്ട് ചെയ്യാൻ മാർക്കറ്റിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും താഴേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി അല്ലെങ്കിൽ MSS കിട്ടി, അപ് ട്രെൻഡ് ആണ്, അതുകൊണ്ട് പ്രീവിയസ് ഉണ്ടാക്കിയ സെൽ സോണുകൾ അല്ലെങ്കിൽ സപ്ലൈ സോണ് വർക്കാവില്ല എന്നുള്ളതല്ല. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പുണ്ടാക്കിയ ഡിമാൻഡ് സോൺ ആവട്ടെ സപ്ലൈ സോൺ ആവട്ടെ കുറച്ച് പിന്നിലോട്ടും കുറച്ച് മുന്നിലോട്ടൊക്കെ ഇങ്ങനെ നീട്ടി വരക്കുന്നത്. കാരണം അവിടെ എത്തുമ്പോഴും നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഒരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ആ റിയാക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആ സോണിലേക്കൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ്മെന്റിനെ യൂസ് ചെയ്യാം. ക്ലിയർ? ഹലോ, ക്ലിയർ ആണോ ഗൈസ്? എന്തായാലും ഒന്നും സംസാരിക്കാത്ത മിണ്ടാത്തെ? ക്ലിയർ. ക്ലിയർ ക്ലിയർ. ഓക്കെ, സോ ഇതാണ് ഇൻഡ്യൂസ്മെന്റിന്റെ കേസ്.
ഓക്കെ. ഇനി ഞാൻ പ്രൈസ് ഡെലിവറി എന്താണെന്നും കൂടി ജസ്റ്റ് പറയാം. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇൻഡ്യൂസ്മെന്റ് എന്താ മനസ്സിലാക്കി, മാർക്കറ്റിലേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഫേക്ക് മൊമെന്റത്തിനല്ലേ, ആ ഒരു മൊമെന്റം ഒരു ലോ അല്ലെങ്കിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പോവും. പിന്നെ ആ ലോ അല്ലെങ്കിൽ ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യും. ആ ഒരു ലോ അല്ലെങ്കിൽ ഹൈനെയാണ് നമ്മൾ ആക്ച്വലി ഇൻഡ്യൂസ്മെന്റ് എന്ന് വിളിച്ചത്. ഓക്കെ. ഇനി നമുക്ക് പ്രൈസ് ഡെലിവറി എന്താ നോക്കാം. ഓക്കെ. പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ. ഇതൊരു സപ്ലൈ സോൺ ആണ്. മാർക്കറ്റ് എന്ത് ചെയ്യും, സപ്പോസ് ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു സോണിലേക്ക് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഡെലിവറി ഫൈൻഡ് ഔട്ട് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വളരെ ടൈറ്റ് ആയിട്ട്, ഓക്കെ, വളരെ ടൈറ്റ് ആയിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വരവിനെ മാർക്കറ്റിൽ ഇങ്ങനെ വളരെ ടൈറ്റ് ആയിട്ട് മാർക്കറ്റ് ഇതിലേക്ക് വരിക, മാർക്കറ്റിൽ ഹയർ ലോ എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ മാർക്കറ്റിൽ, ആ വരുന്ന ആ ഒരു രീതി, അതിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുക, പ്രൈസ് ഡെലിവറി, PD എന്ന് വിളിക്കും. ഓക്കെ. ഇനിയിപ്പോൾ ഒരു ഡിമാൻഡ് സോണിലേക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഡിമാൻഡ് സോണിലേക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വരും. റീട്രേസ് ചെയ്ത് വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹയർ ലോ എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വരുന്ന ഈ ഒരു മൂവ്മെന്റ്, ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് ഇതിനെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ എന്ത് വിളിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, പ്രൈസ് ഡെലിവറി. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ ഒരു ഐഡിയ പറഞ്ഞ് ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു 1 അവറിന്റെ ഈ ഒരു ഏരിയ ഉണ്ട്. ഓ സോറി. ഓക്കെ. ഇപ്പൊ നമുക്ക് 1 അവറിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി അല്ലേ, MSS കിട്ടി അല്ലേ, ഇവിടെ ബ്രേക്കോസ്റ്റർ ആൻഡ് MSS. അപ്പോൾ നമുക്കിവിടെ ഡിസ്കൗണ്ടും പ്രീമിയം ഉണ്ട്. നമുക്ക് ആ ഡിസ്കൗണ്ടും പ്രീമിയം നോക്കാം. ഡിസ്കൗണ്ടും പ്രീമിയം ഉണ്ട്. ഓക്കെ. ഇപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് വേണം, ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ FEGs കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ. ഈ ഒരു ഏരിയ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. ആൻഡ് ഇവിടെ FEG ഉണ്ട്, ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്തെത്തി മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തു, വീണ്ടും തൊട്ടടുത്തെത്തി മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തു. എന്താണ് അവിടെ ഫോം ചെയ്തേക്കുന്നത്? ഈ ഒരു ഹൈസ് ഒക്കെ എന്താണ് ആക്ച്വലി മാർക്കറ്റിലേക്കുള്ള എന്താണ്? Inducement. ഇൻഡ്യൂസ്മെന്റ് ആണ്. ഓക്കെ. പിന്നെ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കാൻ, ലൈക്ക് ആ ഒരു റീട്രേസ്മെന്റ് മാർക്കറ്റ് അവിടേക്ക് വന്ന രീതി നോക്കിയേ. ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തു, ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഹൈ ലോ, കണ്ടോ? ഈ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഞാൻ ചാർട്ട് ഇടാം. ഇവിടെ കണ്ടോ നിങ്ങൾ, വളരെ ടൈറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിനർത്ഥം ഇവിടെയൊക്കെ മാർക്കറ്റിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ പാടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ നിന്ന് റിയാക്ഷൻ കിട്ടുന്നു. ഓക്കെ. ഇനി ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോ ഇപ്പോൾ ഇവിടുന്ന് ഈ 1 അവറിന്റെ ഈ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ കൂടി, ലൈക്ക് ഇപ്പൊ വേറെ പ്രൈസ് ഡെലിവറി കാണിച്ചുതരാം. ഓക്കെ. ഇവിടെ കണ്ടല്ലോ. ഓ യെസ്. അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക്, സോറി ഇത് FEG, ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഓർഡർ ബ്ലോക്കിലേക്ക് ആദ്യം ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇങ്ങോട്ടേക്ക് വന്ന രീതി നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാ മാർക്കറ്റ് വന്നേക്കുന്നത്? ഈ ഒരു ഏരിയയാണ് ഞാൻ പറയുന്നത്. ഓക്കെ.
ഈ ഒരു ഏരിയ വളരെ ടൈറ്റ് ആയിട്ടല്ലേ? Price delivery. യെസ്, ഇതാണ് ആക്ച്വലി പ്രൈസ് ഡെലിവറി. അപ്പോൾ സിംപ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് നല്ല രീതിയിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഓക്കെ, ഓൾസോ ഇൻഡ്യൂസ്മെന്റും ഉണ്ട്, പ്രൈസ് ഡെലിവറിയും ഉണ്ട്. ഓക്കെ, ഇനി അഗെയിൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലേ? ഓർഡർ ബ്ലോക്ക് ഉണ്ട്, FEG ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് ഇവിടെ വന്നു. അഗെയിൻ നമുക്ക് ഈ ഒരു കണ്ടോ, ഇവിടെ ഒന്നും ആ ഒരു ടൈറ്റ് ആയിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ഇവിടെയും ടൈറ്റ് ആയിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഏരിയ ഇവിടെ മാർക്കറ്റ് ഒന്ന് ഡൗൺ ചെയ്യുന്നു, വീണ്ടും അപ്പ്, വീണ്ടും ഡൗൺ ചെയ്യുന്നു, വീണ്ടും അപ്പ്. ഇത് നിങ്ങളൊരു 5 മിനിറ്റിന്റെ ഒരു കൺഫർമേഷൻ കൂടി ഇവിടെ നിന്ന് എടുത്താൽ എക്സാക്ട്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റിലേക്ക് ആ ഒരു ഏരിയ വരുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ മതി. ഇപ്പം ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിൽ ആക്ച്വലി മാർക്കറ്റ് ഓക്കെ, ഈ ഒരു വരവ് കണ്ടോ, ഇത് ഓക്കെ, ഇത് ആക്ച്വലി മാർക്കറ്റ് എന്താണ്, ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത് അല്ലെ? ഭയങ്കര ടൈറ്റ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെയുള്ള ലിക്വിഡിറ്റി ഹൈസ് ഒക്കെ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ട് താഴത്തേക്ക് മൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് അതൊരു ലൈൻ ചാർട്ടിലും സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മുടെ സോണിലേക്ക് മാർക്കറ്റ് വളരെ ടൈറ്റ് ആയിട്ട്, വളരെ കൺസോൾട്ടേഷൻ ചെയ്താണ്, കൺസോൾട്ടേഷൻ ഇൻ ദ സെൻസ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് മാർക്കറ്റ് വരിക. ഓക്കെ, ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ പ്രൈസ് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു സോൺ എടുക്കുമ്പോൾ, ഒരു ഓർഡർ ബ്ലോക്ക് ആവട്ടെ അല്ലെങ്കിൽ FEG ആവട്ടെ, ഇതെടുക്കുമ്പം നമ്മളവിടെ നോക്കേണ്ട കാര്യം ഫസ്റ്റ് ഞാൻ പറഞ്ഞു, അത് നമ്മുടെ പ്രീമിയം ഓർ ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കണം അല്ലേ? ഒന്നെങ്കിൽ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കണം. അത് സപ്പോസ് അത് ഡിപ്പെൻസ് എന്താണ്, സ്ട്രക്ചർ ആണ്. ഇപ്പം ബുള്ളി സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിലും, ബിയർ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിലും വരണം. ഓക്കെ, ആൻഡ് അഗെയിൻ ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ടിലായതിനു ശേഷം അവിടെ പ്രീമിയത്തിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലുള്ള OB ആൻഡ് FEG നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ OB ഓർ FEGയിലേക്ക് ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ പ്രൈസ് ഡെലിവറി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യണുള്ളൂ. അത്തരത്തിലുള്ള ഏരിയാസ് മാത്രമേ നമ്മൾ എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യണുള്ളൂ. ഇനി ഇൻഡ്യൂസ്മെന്റും PD കൂടി ഉള്ള ഏരിയ ആണെങ്കിൽ മാത്രമേ അതിനൊരു ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ നമ്മൾ വിളിക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഡെലിവറി ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് പ്രൈസ് ഡെലിവറി ഉണ്ട്, ഓക്കെ, പ്രൈസ് ഡെലിവറി അവൈലബിൾ ആണ്, പക്ഷേ ഇൻഡ്യൂസ്മെന്റ് ഇല്ലെങ്കിലും പ്രൈസ് ഡെലിവറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇൻഡ്യൂസ്മെന്റ് മാത്രമുള്ള ഏരിയാസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഇൻഡ്യൂസ്മെന്റ് വിത്ത് PD. ഓക്കെ, ആ രീതിയിൽ ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു സോണുകളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള അസൈൻമെന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, 1 അവർ അല്ലെങ്കിൽ 4 അവർ. ഓക്കെ, ഈ 1 അവറിലേക്ക് വന്നോളൂ. 1 അവറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് അതേപോലെ പ്രൈസ് ഡെലിവറി വരുന്ന ഓർഡർ ബ്ലോക്ക് FEGs ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നിങ്ങൾ മാക്സിമം ചാർട്ടിൽ അടയാളപ്പെടുത്തിയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അത് ഇൻഡ്യൂസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ IDM എന്നോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് എന്നോ അവിടെ മാർക്ക് ചെയ്യണം. പ്രൈസ് ഡെലിവറിക്ക് നിങ്ങൾ ഒന്നുകിൽ ഇങ്ങനെ ലൈന് വരച്ചിട്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കർവ് ടൂൾ ഇല്ലേ, ഈ ഒരു കർവ് ടൂൾ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, കർവ് ടൂൾ. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. മിനിമം ഒരു 3 ചാർട്ടെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് സാർ. ഓക്കെ, അപ്പം എല്ലാവരും വർക്ക് ചെയ്യില്ലേ? ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഒരു കൺഫ്യൂഷൻ തോന്നുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കാണുക, വീണ്ടും വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, സിമ്പിൾ ആണ് സാധനം. ഓക്കെ, യാ ഐ എം ഗുഡ്, താങ്ക് യു. അസൈൻമെന്റ് ഇൻഡ്യൂസ്മെന്റ് ആൻഡ്
പ്രൈസ് ഡെലിവറി, ഇത് രണ്ടും വരുന്ന ഓർഡർ ബ്ലോക്ക് FEGs ഫൈൻഡ് ഔട്ട് ചെയ്യുക 1 hour ടൈം ഫ്രെയിമിൽ കേട്ടോ. ഓക്കെ, അവിടെയും നമ്മൾ സ്ട്രക്ചറുകൾ ഡിസ്കൗണ്ട് പ്രീമിയം ഒക്കെ നോക്കിയിട്ടാവണം OB ആൻഡ് FEG മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, OB FEG പിന്നെ നിങ്ങൾ മൊത്തം സ്ട്രക്ചർ ഡിസ്കൗണ്ട് പ്രീമിയം നിങ്ങൾ ആ ചാർട്ടിൽ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സ്ട്രക്ചർ കാണിക്കുക, അതേപോലെ തന്നെ OB FEG. ഓക്കെ, നിങ്ങൾ കുറച്ച് ഡേറ്റ് ബാക്കിലേക്കുള്ളതൊക്കെ ഒന്ന് പോവാ കേട്ടോ. ഇതുള്ളവർക്ക് പ്രീമിയം ഉള്ളവർക്ക് അങ്ങനെ, ഇല്ലാത്തവർ റീസെന്റ് ഡേറ്റുകൾ നോക്കുക. ഓക്കെ, എനിവേ നിങ്ങൾ അതൊന്ന് മാക്സിമം മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ആൻഡ് പ്രൈസ് ഡെലിവറി വളരെ ഇമ്പോർട്ടൻ്റ്. അത് വെച്ചിട്ട് നമുക്കൊരു മോഡൽ തന്നെയുണ്ട്, എൻട്രി മോഡൽ തന്നെയുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ എൻട്രി മോഡലിൽ പറയും. അപ്പൊ അത് ഈ ഇൻഡ്യൂസ്മെന്റ് എന്താണ്, ഈ പറയുന്ന പ്രൈസ് ഡെലിവറി എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എൻട്രി എടുക്കാനല്ല ഉദ്ദേശിക്കണേ, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ബ്രോ. ഞാൻ ഈ ഗോൾഡ് ചാർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഈ ട്രേഡ് വ്യൂവിനകത്ത് ഗോൾഡിന്റെ ചാർട്ട് എടുക്കാൻ നേരം അതിൽ ഏത് കുറെ ചാർട്ട് വരുമല്ലോ, അപ്പൊ അതിൽ ഏതാ അപ്പൊ എടുക്കേണ്ടത്? ഇപ്പം ഞാൻ ഗോൾഡില് നോക്കിയപ്പോൾ ആ XAUSD ചാർട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഗോൾഡ് എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു ചാർട്ട് എടുത്തു വെച്ചു. പക്ഷെ അതിനകത്ത് ഞാൻ രണ്ടും മാർക്ക് ചെയ്തതും, പക്ഷെ അത് ടാപ്പ് ചെയ്തത് ഒരെണ്ണത്തിനകത്ത് ടാപ്പ് ചെയ്തില്ലാത്ത ഒരെണ്ണത്തിനകത്ത്. അതെ അതെ അതെ. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ അൾട്ടിമേറ്റ്ലി ഈ ഗോൾഡിന്റെ ചാർട്ട്, അല്ലെങ്കിൽ ഗോൾഡ് ആവട്ടെ ഏതാ സെറ്റ് ആവട്ടെ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ, ആ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ചാർട്ട് അവൈലബിൾ ആവില്ലേ? ഇപ്പം അൽപ്പാരി എവിടെ ആണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട് അത്? അൽപ്പാരിയുടെ ചാർട്ട് ഉണ്ടാവുമല്ലോ, അൽപ്പാരിയുടെ ചാർട്ട് എടുക്കുക. ഓക്കെ, ആ ഒരു ബ്രോക്കറിനകത്ത് ഒരു ചാർട്ട് അവൈലബിൾ ആവും. എന്നിട്ട് നമുക്ക് ഏറ്റവും കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്ത് നോക്കുക, ഇതിൽ ഏത് ചാർട്ടാണ് കൂടുതൽ അതേ സെയിം മൂവ്മെന്റ് കാണിക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഞാൻ പേഴ്സണലി ഗോൾഡ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സിലാണ്. പണ്ട് ഞാൻ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു forex.com, അതേപോലെ FXCM, വേണ്ട ഈ 3 ചാർട്ടുകളാണ് ഞാൻ കമ്പൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മാത്രമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഈ മൂന്നിലും കൂടിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാനിപ്പോ കൊറേ ഒരു വീക്ക് കൊറേ ഒരു മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് വരാൻ നേരം, ഒരു വീക്കെൻഡ് കഴിഞ്ഞ് വരാൻ നേരം നോക്കാൻ നേരം ചിലപ്പോ ഇതിനകത്ത് ഗ്യാപ്പ് കാണും, അങ്ങനെയൊക്കെ ചിലതില് കാണിക്കുന്നു. പക്ഷെ ആ കാണുന്നില്ല, ഗ്യാപ്പ് അങ്ങനെ പ്രശ്നം. ഉണ്ടായിട്ടില്ല, മാർക്കറ്റിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഇതിനകത്ത് അങ്ങനെ കാണിക്കും. അത് ബ്രോക്കേഴ്സിന്റെ വിഷയമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ആ രൂപത്തിലാണ്. നമ്മുടെ ബ്രോക്കർ ഏതാണോ തരണേ ആ ഒരു ചാർട്ടുമായിട്ട് സിങ്ക് ആവുന്ന ഒന്ന് എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിലാണ്, ഈ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സിലാണ്, MGC. ഗോൾഡ് ഫ്യൂച്ചേഴ്സിന്റെ ഒരു സുഖം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഡാറ്റ ഇതിലിപ്പം നമ്മളിപ്പം ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സിന്റെ പിന്നെ ഫണ്ടിങ് ഫേമിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സിനാരിയോയിൽ ഇതിൽ കാണിക്കുന്ന അതേ സെയിം ചാർട്ടാവും നമ്മളെ ബ്രോക്കറിലും ഉണ്ടാവുക. ഇതിനാകെ ഒരു ചാർട്ടേ ഉണ്ടാവുള്ളൂ. ഇതേ കണക്കിന് കുറേ ചാർട്ടൊന്നും ഇവിടെ ഇല്ല. ഇത് നേരിട്ട് ഈ ഒരു എന്താ പറയാ, ഈ എക്സ്ചേഞ്ച് എന്നുള്ള ചാർട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ അതിന്റെ ബ്രോക്കർ ഇവിടെ കണക്ട് ചെയ്താൽ ഇവിടെ ഒരു D കണ്ടോ നിങ്ങൾ? ഡാറ്റ ഈസ് ഡിലേഡ്. നമുക്കൊരു 15 മിനിറ്റോ എത്രയോ 15 മിനിറ്റോ 5 മിനിറ്റോ 15 മിനിറ്റിന്റെ ഒരു ഡിലേ നമുക്ക് ഇവിടെ കിട്ടും. അതായത് 15 മിനിറ്റ് ഡിലേ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് നോർമൽ രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടുക. അതേസമയം നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ബ്രോക്കർ വേണം അല്ലെ, അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഫേം വേണം. ആ ഫേമിനെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ ഈ ട്രേഡ് എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് മാറിയിട്ട്, ഈ ഒരു ഡാറ്റ മാറിയിട്ട്, അല്ല ഡിലേ മാറിയിട്ട് കറക്റ്റ് ആ ഒരു മൊമെന്റിലുള്ള ഒരു 5 സെക്കൻഡിന്റെ ഡിലേ പിന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കറക്റ്റ് ആക്ച്വൽ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടും. ആ ഒരൊറ്റ കാര്യം ഉള്ളതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഫ്യൂച്ചേഴ്സ് നോക്കാനുള്ള കാര്യം. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഫ്യൂച്ചേഴ്സ്
ഓക്കെ, ഫ്യൂച്ചേഴ്സിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ വേറെ ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് സിംപ്ലി ഇൻഡ്യൂസ്മെന്റ് എന്താ, പ്രൈസ് ഡെലിവറി എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി സർ. മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. OB-യുടെ കണ്ടിന്യൂഷൻ ക്ലാസ്സോ? OB നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതല്ലേ. കണ്ടിന്യൂഷൻ ക്ലാസ് നമുക്ക് അവസാനം ഒരു ഡൗട്ട് ക്ലിയർ സെഷൻ വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ഓഫ് ചെയ്യാം ഞാൻ.